ഈ ആക്രമണങ്ങൾ വെറുതെ സംഭവിക്കുന്നതല്ല കേട്ടോ. രാജ്യത്ത് ഇപ്പോൾ ആക്രമണങ്ങൾ സംഭവിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSന്റെ മേധാവി കൊൽക്കട്ടയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. RSSന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയിരിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ആദ്യമായി പ്രഖ്യാപിക്കുന്ന ആളല്ല മോഹൻ ഭഗവത്. RSSന്റെ ചരിത്രത്തിലുടനീളം അവരുടെ നേതാക്കൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ്. പക്ഷേ ഇക്കുറി മോഹൻ ഭഗവത് ഒരു വരി കൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അതിന് ഭരണഘടനാപരമായ അംഗീകാരമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ്. നോക്കൂ, ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അതിന് ഭരണഘടനയുടെ അംഗീകാരം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് RSS പോലെ ഒരു ഫോഴ്സിന്റെ മേധാവി ഈ രാജ്യത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഭാവന ചെയ്യുന്നത്. അത് ഈ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം 1976 മതേതര രാജ്യം എന്നൊരു വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. പക്ഷേ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇന്ത്യ